സഭയ്ക്ക് സ്തുത്യർഹമായ ശുശ്രൂഷ അനുഷ്ഠിച്ച ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്നാസ്യൂസ് നാലാമൻ മെത്രാപ്പൊലീത്തായുടെ ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് ആചരിക്കുകയാണ്. 1855 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 1825 മുതൽ ഈ മലങ്കര സഭയുടെ സാരഥിയായി ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷക്കാരെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു യോഗ്യത ദാസൻ വിശ്വസ്തതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. വിശ്വസ്തദാസ, നീ അത്യത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നാണ് നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന വലിയ വാഗ്ദാനം. ചേപ്പാട് മാർ ദിവന്നാസ്യൂസ് തിരുമേനിയുടെ ജീവിതം മുഴുവനും നമുക്ക് നൽകുന്നത് ദൈവത്തോടും സഭയോടും മനുഷ്യനോടുമുള്ള വിശ്വസ്തത ജീവിതത്തിൽ മുഴുവൻ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. എന്താണ് വിശ്വസ്തതയുടെ അടിസ്ഥാന ഘടകങ്ങൾ? ഒരാളിൽ വിശ്വസ്തതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്, ആളിൻ്റെ പ്രവർത്തനത്തിലും ജീവിതത്തിലുമുള്ള ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത എന്തുമാത്രമുണ്ട്, അതാണ് വിശ്വസ്തതയുടെ പര്യായം. ഒരു യജമാനോട് ദാസനുണ്ടാവേണ്ടത് വിശ്വസ്തതയാണ്. പക്ഷേ അവൻ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ ആത്മാർത്ഥതയോടെ അത് നിർവഹിക്കുമ്പോഴാണ് ആ വിശ്വസ്തത അറിയുന്നത്. മാർ ദിവന്നാസ്യൂസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തോടും സഭയോടും മലങ്കര സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത 1836 നടത്തുന്ന മാവേലിക്കര സമ്മേളനത്തിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സഭയുടെ പൗരാണികമായ പാരമ്പര്യം നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വിപരീതമായി സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് വിപരീതമായുള്ള വിശ്വാസ വിപരീതങ്ങൾ ആംഗ്ലിക്കൻ മിഷണറിമാരിവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് സഭയെ മുഴുവനായി ബാധിക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ അവരാവശ്യപ്പെടുമ്പോൾ ആത്മാർത്ഥമായും സഭയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അന്ന് ഈ ദേശം ഭരിക്കുന്നതായ ഗവൺമെൻറ്റിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായി ഇവിടെ ഉള്ളതായ മിഷനറിമാർ അവരെ എതിർക്കുന്നത് കൊണ്ട് ഈ ഭരണക്കാരിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്ന് വലിയതായ പീഡകൾ ഏൽക്കേണ്ടി വരുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമെങ്കിലും അതിനേക്കാൾ ഉപരിയാണ് സഭയുള്ളതായ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത. ഇതാണ് ദൈവം നമ്മളോടും ആ പിതാവ് നമുക്ക് കാട്ടിത്തരുന്ന മാർഗത്തിലും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പലതും നഷ്ടമാകുമെങ്കിലും സഭയുള്ള ആത്മാർത്ഥതയിൽ നമ്മൾ ജീവിക്കണം. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും
കുമ്പിടിയിലും ദണ്ഡ നമസ്കാരങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് സമയവും ആരോഗ്യമൊക്കെ പോകുമെന്ന് നമുക്ക് തോന്നിയാലും ദൈവമാണ് നമ്മളെ നടത്തുന്നത് എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അതൊക്കെ നിവർത്തിക്കുവാനായിട്ട് നാം തയ്യാറാകും. അത് നിവർത്തിക്കുവാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ നമ്മുടെ സഭയോട് നമുക്കുള്ളതായ വിശ്വസ്തത അഥവാ ആത്മാർത്ഥത നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളതായ സത്യമാണ്. അതാണ് ചേപ്പാട് ദിവന്യാശ്വാസം നമുക്ക് നൽകുന്നതായ സന്ദേശം. ആ പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന മാർഗം അതാണ്. രണ്ടാമത് വിശ്വസ്തതയുടെ പര്യായം എന്ന് പറയുന്നത് കഷ്ടപ്പെടുവാനുള്ളതായ മനസ്സാണ്. എ കമ്മിറ്റ്മെൻറ്റ് ടു സഫർ ഫോർ ദ ചർച്ച്. സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുവാൻ. എനിക്കെന്തെങ്കിലും ദോഷമുണ്ടായാലും അപമാനമുണ്ടായിരുന്നാലും സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടാകരുത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കലുഷിതമായ അന്തരീക്ഷത്തിൽ സഭയുടെ വിശ്വാസം അതേപടി കാത്തു സൂക്ഷിച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തനിക്ക് പ്രയാസമുള്ളതായ പ്രതിബന്ധങ്ങൾ വന്നപ്പോൾ സ്ഥാനത്യാഗം ചെയ്യുന്നതിനും മടിച്ചില്ല. അതുകൊണ്ട് തനിക്കുണ്ടാകാവുന്നതായ അപമാനങ്ങളോ അപഹാസങ്ങളോ അല്ല, നേരെ മറിച്ച് സഭയുടെ കെട്ടുറപ്പും സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുമാണ് അദ്ദേഹം വലുതായി കണക്കാക്കിയത്. വിവിധങ്ങളായ പീഡകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അദ്ദേഹം പ്രത്യേകിച്ച് മാത്യൂസ് അത്താനാസ്യോസ് വട്ടമേറ്റ് വന്നതോടുകൂടെ എത്രമാത്രം ദുഃഖങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു തരത്തിലും വിട്ടുപോകാതെ, എന്നാൽ ഏത് തരത്തിലുള്ളതായ കഷ്ടപ്പാട് സഹിക്കുവാനും ഞാൻ തയ്യാറാണെന്നുള്ളത് സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാണത്യാഗം ചെയ്യുവാനും തയ്യാറാണെന്നുള്ളത് ബോധ്യമാകും. നമുക്ക് അദ്ദേഹം നൽകുന്ന പാഠം അതാണ്. സഭയുടെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് സഭയുള്ള നമ്മുടെ വിശ്വസ്തത വെളിവാകുന്നത്. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയുടെ മറ്റൊരു പര്യായം അദ്ദേഹത്തിൻ്റെ സുതാര്യതയാണ്. ഒരു യജമാനൻ ദാസനെ വിശ്വസ്തനെന്ന് പറയുന്നത് ദാസന് യജമാനെന്ന് ഒന്നും ഒളിക്കാനില്ല എന്നുള്ളതാണ്. അകവും പുറവും ഒരുപോലെ തന്നെ സുതാര്യമാകുന്നതായ പ്രിസം പോലെയുള്ളതായ ഒരു ജീവിതം. ആ ജീവിതമാണ് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കാഴ്ചവെച്ചത്. തനിക്ക് പ്രത്യേകമായിരിക്കുന്ന യാതൊരു താല്പര്യവുമില്ല. സഭയാണ് തനിക്ക് വലുത്. അതുകൊണ്ട് തന്നിൽ കളവൊന്നുമില്ല. ഉദ്ദേശ്യ ലക്ഷ്യം എല്ലാം വളരെ വ്യക്തമാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അദ്ദേഹം ആരോടും പിണങ്ങാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അതേ സമയത്ത് തൻ്റെ ജീവിത നൈർമല്യം കാത്തു സംരക്ഷിക്കുന്നതിനും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നതിനും തയ്യാറായി. ലോകത്തിൽ നമുക്കും കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലതകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സുതാര്യത നമ്മൾ കൈവെടിയരുത്. സമ്പത്തില്ല എന്ന് വിചാരിച്ച് കള്ളം പറയുവാനോ കള്ളം പ്രവർത്തിക്കുവാനോ ഇടയാകരുത്. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, രോഗങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ദൈവത്തെ തള്ളിപ്പറയാനിടയാവരുത്.
അപമാനങ്ങൾ ഈ ലോകത്തിൽ വരുമെന്ന് വിചാരിച്ച് തെറ്റായ ജീവിതശൈലിയിലേക്ക് പോകുവാൻ തയ്യാറാകരുത്. ലോകം നമുക്ക് നൽകുന്നതല്ല, ദൈവം നമുക്ക് നൽകുന്ന മാനവും ഉയർച്ചയുമാണ് വലുത്. ലോകത്തിൽ പലതും നമുക്ക് നല്ലതായിട്ട് ലഭിക്കാം, പക്ഷെ ദൈവം തരുന്നതാണ് വലുത് എന്ന് മനസ്സിലുള്ളവന് മാത്രമേ സുതാര്യത ജീവിതത്തിൽ കാത്തു സംരക്ഷിക്കുവാൻ സാധിക്കൂ. ആ പിതാവിൻ്റെ സഭയോടും അതേ ദൈവത്തോടും സഭയോടും മറ്റു മനുഷ്യരുമുള്ളതായ വിശ്വസ്തത തൻ്റെ ആത്മാർത്ഥതയിലും കഷ്ടപ്പെടുവാനുള്ള മനസ്സിലും സുതാര്യമായ ജീവിതത്തിൽ കൂടിയും വ്യക്തമാക്കിയത് നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.